2 സാമുവേൽ 16-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ദാവീദും സീബയും. ദാവീദ് മലമുകൾ കടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ മെഫിബോശേത്തിന്റെ ദാസനായ സീബയെ കണ്ടുമുട്ടി. അവന്റെ അടുക്കൽ 2 കഴുതകൾ ഉണ്ടായിരുന്നു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്ക മുന്തിരിക്കുലയും 100 കുല വേനൽക്കാല ഫലങ്ങളും 1 തോൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു. രാജാവ് സീബയോട് ചോദിച്ചു, ഇവയെല്ലാം നീ എന്ത് ചെയ്യാൻ പോകുന്നു? കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും വീഞ്ഞ് മരുഭൂമിയിൽ വെച്ച് തളരുമ്പോൾ അവർക്ക് കുടിക്കാനും അത്രേ. സീബ മറുപടി പറഞ്ഞു, നിന്റെ യജമാനന്റെ പുത്രൻ എവിടെ? രാജാവ് അവനോട് ചോദിച്ചു. സീബ പറഞ്ഞു, അവൻ ജെറുസലേമിൽ പാർക്കുന്നു. തന്റെ പിതാവിന്റെ സിംഹാസനം ഇസ്രായേൽക്കാർ ഇന്ന് തനിക്ക് തിരികെ തരുമെന്ന് അവൻ കരുതുന്നു. അപ്പോൾ രാജാവ് സീബയോട് കൽപ്പിച്ചു, ഇതാ മെഫീബോശെത്തിനുള്ളതെല്ലാം നിന്റേതാകുന്നു. സീബ പറഞ്ഞു, ഈ ദാസന്റെ മേൽ അങ്ങയുടെ പ്രീതി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദാവീദും ശിമെയിയും. ദാവീദ് രാജാവ് ബഹൂറൂമിൽ എത്തിയപ്പോൾ സാവൂളിന്റെ ബന്ധുവായ ഗേരയുടെ മകൻ ശിമെയും ശാപം ചൊരിഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു. അവൻ ദാവീദിന്റെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി. അനുചരന്മാരും അംഗരക്ഷകന്മാരും രാജാവിന്റെ ഇടത്തും വലത്തും നിന്നു. ശിമെയും ശപിച്ചു പറഞ്ഞു, കൊലപാതകി, നീച, കടന്നുപോകൂ. സാവൂളിന്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവന്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുന്നു. കർത്താവ് നിന്റെ മകൻ അബ്സലോമിന് രാജത്വം നൽകിയിരിക്കുന്നു. നിന്റെ നാശമടുത്തു. നീ രക്തം ചൊരിഞ്ഞവനാണ്. അപ്പോൾ സെരൂയയുടെ മകൻ അബീഷായി പറഞ്ഞു, ഈ ചത്ത പട്ടി എന്റെ യജമാനനായ രാജാവിനെ ശപിക്കുന്നുവോ? ഞാൻ അവന്റെ തല വെട്ടിക്കളയട്ടെ. എന്നാൽ രാജാവ് പറഞ്ഞു, സെരൂയ പുത്രന്മാരെ, നിങ്ങൾക്ക് എന്ത് കാര്യം? ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവൻ അത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് കഴിയും? ദാവീദ് അബിഷായിയോടും തന്റെ ദാസന്മാരോടും പറഞ്ഞു, ഇതാ എന്റെ മകൻ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ ബെഞ്ചമിൻ വംശജൻ ഇങ്ങനെ ചെയ്യുന്നതിൽ പിന്നെ എന്തത്ഭുതം? അവനെ വെറുതെ വിട്ടേക്കൂ, അവൻ ശപിക്കട്ടെ. കർത്താവ് കൽപ്പിച്ചത് കൊണ്ടത്രേ അവൻ ശപിക്കുന്നത്. കർത്താവ് എന്റെ കഷ്ടത കണ്ട് അവന്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. അങ്ങനെ ദാവീദും കൂടെയുള്ളവരും യാത്ര തുടർന്നു. മലമുകളിൽ ദാവീദിന്റെ വഴിക്ക് സമാന്തരമായി ശിമെയയും നടന്നു. അവൻ ശപിക്കുകയും കല്ലും മണ്ണും വാരി എറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. രാജാവും കൂടെയുള്ളവരും ക്ഷീണിതരായി ജോർദാനിലെത്തി. അവർ അവിടെ വിശ്രമിച്ചു. അബ്സലോം ജെറുസലേമിൽ. അബ്സലോം കൂടെയുള്ള ഇസ്രായേൽക്കാരും ജെറുസലേമിലെത്തി. അഹിതോഫെലും കൂടെ ഉണ്ടായിരുന്നു. ദാവീദിന്റെ വിശ്വസ്ത സുഹൃത്ത് അർഖ്യനായ ഹൂഷായി അബ്സലോമിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ. അബ്സലോം അവനോട് ചോദിച്ചു, നിന്റെ സുഹൃത്തിനോടുള്ള വിശ്വസ്തത ഇങ്ങനെയോ? അവനോടുകൂടെ പോകാഞ്ഞതെന്ത്? ഇല്ല, കർത്താവും ഈ ജനവും ഇസ്രായേല്യരും തിരഞ്ഞെടുത്തവന്റെ ഭാഗത്തത്രേ ഞാൻ അവനോടുകൂടെ നിൽക്കും. എന്റെ യജമാനന്റെ മകനെ അല്ലാതെ ഞാൻ ആരെ സേവിക്കും? നിന്റെ പിതാവിനെ സേവിച്ചതുപോലെ തന്നെ ഇനി ഞാൻ നിന്നെ സേവിക്കും. ഹൂഷായി മറുപടി പറഞ്ഞു. അപ്പോൾ അബ്സലോം അഹീതോഫെലിനോട് പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യണം? നിനക്കെന്തു തോന്നുന്നു? അവൻ അബ്സലോമിനോട് പറഞ്ഞു, കൊട്ടാരം സൂക്ഷിക്കാൻ നിന്റെ പിതാവ് വിട്ടിട്ട് പോയ അവന്റെ ഉപനാരികളുമായി ശയിക്കുക. അങ്ങനെ നിന്റെ പിതാവിന്റെ വെറുപ്പിന് നീ പാത്രമായെന്ന് ഇസ്രായേൽ അറിയും. നിന്റെ അനുയായികൾക്ക് ഇത് ധൈര്യം കൊടുക്കും. അവർ അബ്സലോമിന് കൊട്ടാരത്തിന് മുകളിൽ ഒരു കൂടാരം ഒരുക്കി അവിടെ ഇസ്രായേൽക്കാർ കാണുകെ അബ്സലോം തന്റെ പിതാവിന്റെ ഉപനാരികളെ പ്രാപിച്ചു. അക്കാലത്ത് അഹിതോഫെൽ നൽകിയ ഏതൊരു ഉപദേശവും ദൈവവിളി പോലെ സ്വീകരിക്കപ്പെട്ടിരുന്നു. ദാവീദും അബ്സലോമും അവന്റെ ഉപദേശം അത്ര വിലമതിച്ചിരുന്നു.